മലയാളികൾക്ക് പ്രിയങ്കരിയാണ് റിമി ടോമി. ഗായിക എന്നതിനൊപ്പം ഷോകളിലെ ജഡ്ജ്, അവതാരക, അഭിനേകം തുടങ്ങി പല മേഖലകളിൽ റിമി ടോമി സാന്നിധ്യം അറിയിച്ചു. ലുക്കിൽ അടുത്ത കാലത്ത് വലിയ ട്രാൻസ്ഫോർമേഷൻ വന്നെങ്കിലും റിമി ടോമി എന്ന തമാശക്കാരിക്ക് ഇന്നും അന്നും ഒരു മാറ്റവുമില്ലെന്ന് ആരാധകർ പറയുന്നു. കരിയറിൽ റിമിക്കുണ്ടായ വളർച്ച ഏവർക്കും പ്രചോദനകരമാണ്. ഗായിക എന്നതിനൊപ്പം ഒരു താരമായി മാറാനും റിമി ടോമിക്ക് കഴിഞ്ഞു. മീശമാധവനിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ടാണ് റിമിക്ക് കരിയറിൽ വഴിത്തിരിവാകുന്നത്. പിന്നീട് ഹിറ്റ് ഗാനങ്ങൾ റിമിയെ തേടി വന്നു. സിനിമകളിലെ പാട്ടിനൊപ്പം സ്റ്റേജ് ഷോകളിലും വലിയ പങ്ക് റിമി വഹിച്ചിട്ടുണ്ട്. തൻ്റെ ആദ്യ ഗൾഫ് ഷോയെക്കുറിച്ച് സംസാരിക്കുകയാണ് റിമി ടോമി ഇപ്പോൾ. നടൻ ജയറാമിനൊപ്പമായിരുന്നു തൻ്റെ ആദ്യ ഗൾഫ് ഷോ എന്ന് റിമി ടോമി പറയുന്നു. ഗൾഫ് എന്താണെന്നോ ഫ്ലൈറ്റ് എന്താണെന്നോ വലിയ താരങ്ങൾ ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത പ്രായം. കാണുന്നവരെയൊക്കെ ഭയക്കുന്ന എൻ്റെ കൗമാരക്കാലം. ഗൾഫിൽ നടക്കുന്ന എൻ്റെ ആദ്യ പ്രധാന ഷോ കുടമല്ല പോവേനും എന്ന പാട്ട് 25 പ്രാവശ്യമെങ്കിലും റിഹേഴ്സൽ ചെയ്ത് ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. ഷോ തുടങ്ങുന്നതിന് മുമ്പും കഴിയുമ്പോഴും ഹോട്ടലിൽ വമ്പിച്ച ജനത്തിരക്കാണ്. ഹോട്ടൽ കാണാൻ ജനസാഗരം വരും. കാവ്യമാധവൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാവ്യമാധവൻ എന്ന് എല്ലാവരും പറയും. ഞാൻ ഇറങ്ങി വരുമ്പോൾ ആരുമില്ല. ഇതാര്, സുജ കാർത്തികയെ പോലെ ഉണ്ടല്ലോ, ഇതാരാണ് മാറി നിൽക്കുകയെന്ന് പറയുന്ന കാലം. ചിങ്ങമാസം പാട്ടൊന്നും അന്ന് റിലീസ് ചെയ്തിട്ടില്ലെന്നും റിമി ടോമി ചൂണ്ടിക്കാട്ടി. അമൃത ടിവിയിൽ സംസാരിക്കുകയായിരുന്നു റിമി. ജയറാമിനൊപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിൽ അഭിനയിച്ചതിനെക്കുറിച്ചും റിമി ടോമി സംസാരിച്ചു. സംവിധായകൻ കണ്ണൻ ചേട്ടൻ്റെ ധൈര്യത്തിൻ്റെ പുറത്താണ് ചെയ്തത്. എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കും. റിമി ടോമിയിൽ നിന്നും മാറാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഥാപാത്രമായി മാറാനൊന്നും തനിക്ക് പറ്റില്ലെന്നും റിമി ടോമി വ്യക്തമാക്കി. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത തിങ്കൾ മുതൽ വെള്ളി വരെ 2015 റിലീസ് ചെയ്തത്. റിമി ആദ്യമായി നായിക വേഷം ചെയ്ത സിനിമയാണിത്. അതിനു മുമ്പ് 5 സുന്ദരികൾ എന്ന സിനിമയിൽ ചെറിയൊരു വേഷം റിമി ചെയ്തിട്ടുമുണ്ട്.